ഓരോ ജോലിയുടെയും ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ സി വി തയ്യാറാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ സി വി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. വെൽക്കം ടു 30 Days of Interview Crack Challenge. ഫസ്റ്റ് പോയിന്റ്, അണ്ടർസ്റ്റാൻഡ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ഹൈലൈറ്റ് ദ റെലവൻറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് സ്കിൽ. നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലത്തെ അതിനോടനുബന്ധിച്ചുള്ള സ്കിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് സി വിക്കകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. തേർഡ് പോയിന്റ്, യൂസ് കീവേഡ്സ് ഫോർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് ചില കീവേഡ്സ് നിലനിൽക്കുന്നുണ്ടാവും. അവ സി വിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ATS ഉപയോഗിച്ച് നിങ്ങളുടെ സി വി സ്കാൻ ചെയ്യുമ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർത്ത് പോയിന്റ്, ചൂസ് ദ റൈറ്റ് സി വി ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോബ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ക്രോണോളജിക്കൽ ഫോർമാറ്റിൽ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഫിഫ്ത്ത് പോയിന്റ്, ഹൈലൈറ്റ് യുവർ അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്. മുന്നേ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സി വിക്കകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങളൊരു സി വി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കില്ലേ?